വാഗ്ദത്ത ദൈവവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 9 വാക്യം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നും ദൂരെ അകറ്റുക. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദാനമാണ്. പ്രാർത്ഥിച്ചാൽ ഉത്തരമരുളും, നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് മറുപടി തരും. പക്ഷേ ഈ വാഗ്ദത്തം എന്നെ നിറവേറ്റപ്പെടണമെങ്കിൽ, ദൈവം ചെയ്ത വാഗ്ദാനം നിറവേറ്റപ്പെടണമെങ്കിൽ എൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യമുണ്ട്. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും ദൂരെ അകറ്റണം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവം തന്നെ വിളിക്കുന്നവരോട് ഉത്തരം പറയുകയും അവരോടൊപ്പം ഉണ്ടാകുകയും ചെയ്യും എന്ന വാഗ്ദാനമാണ്. അതുപോലെ തന്നെ തന്നെ അന്വേഷിക്കുന്നവർക്ക് ഉറപ്പുള്ള ഒരു വാഗ്ദത്തമാണ് ഈ വചനത്തിന് കർത്താവ് തരുന്നത്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാര്, അന്യായമായ വിമർശനം നിർത്തണം, പരദൂഷണം അവസാനിപ്പിക്കണം. അതായത് ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കാത്ത എല്ലാം ദൂരെ എറിഞ്ഞ് കഴിയുമ്പോൾ, ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത എല്ലാം എന്നിൽ നിന്നും മാറ്റുമ്പോൾ, ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആവശ്യപ്പെടുന്നത് ദൈവം എനിക്ക് തരുമെന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് പിടിക്കാം. നീ എടുത്ത വാഗ്ദത്ത ശുശ്രൂഷകളുടെ സമർപ്പിച്ച 5 നിയോഗങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അതുപോലെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും നിങ്ങളുടെ നിയോഗങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതാ വാഗ്ദത്ത കൂടാരം. സ്വർഗത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ അവന്റെ മുറിവിനാൽ സൗഖ്യമുണ്ട് എന്ന ഗാഗുൽത്താനാഥന്റെ വാഗ്ദത്തത്തിലൂടെ നമ്മുടെ ജീവിത നിയോഗങ്ങൾ ഈശോയുടെ തിരുമുറിവിലേക്ക് സമർപ്പിച്ച് നമ്മെ തന്നെ ഒരുക്കി വില കൊടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവിക വാഗ്ദാനം വാഗ്ദത്തമായി നമ്മിൽ നിറവേറുന്നു. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ നിയോഗങ്ങൾ ഇതാ അച്ഛൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ആഗ്രഹങ്ങൾ നീ നിറവേറ്റി കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ദുഃഖവും വേദനയെല്ലാം മാറ്റപ്പെടണം. ഞങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി ആഗ്രഹങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമേ, നീ ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണം. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോ നിങ്ങളുടെ കൂടെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം.